കില്ലടല് നമ്മുടെ അഖിൽമാരാർ വയനാട്ടിലേക്ക് സഹായമായിട്ട് വന്നിരിക്കുകയാണ്. കില്ലടല് നമ്മുടെ ഒരു സൈഡ് മുഖ്യമന്ത്രിയുടെ ചാരിറ്റി ഫണ്ടിലേക്ക് കുറെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വേറൊരു സൈഡിൽ നിന്ന് ആൾക്കാർ കളക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കളക്ട് ചെയ്ത ഐറ്റംസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറേ പേര് കുറേ സംഘടനകൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് പൈസ എത്തിക്കുന്നുണ്ട്. പിന്നെ കുറേ സംഘടനകൾ ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടിട്ട് നമ്മുടെ അവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കുന്നുണ്ട്. കില്ലടല് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അഖിൽമാരാറും ഫിലിം ഡയറക്ടർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുഖ്യമന്ത്രിയുടെ ചാരിറ്റി ഫണ്ടിലേക്ക് ഞാൻ സ്പോൺസർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അങ്ങനെ എന്ത് തയ്യാറല്ല. ആൾ പോസ്റ്റ് ഇടുന്നതിലിട്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനത് വായിക്കില്ലടല്ല. ഇവിടെ ആൾ ഫേസ്ബുക്കിലിട്ടത്, പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതെന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ്. സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചു വയനാട്ടിൽ ഈ ദുരന്തത്തിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ വീട് വെച്ച് കൊടുക്കാം. അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകാം. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു. അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം. നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി. സഹാക്കളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങൾ അല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാത്ത അലയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകുന്ന സഹായങ്ങൾ സഹാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ആളെ സഹായിക്കുന്ന സംഭവങ്ങൾ സ്ക്രീൻഷോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പോയിന്റ്സ് എന്താ വെച്ചാൽ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അയച്ചതാണ്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും നേരിൽ ആരെയും ഒന്നും ബോധിപ്പിച്ചു ഞാൻ ജീവിക്കാറില്ല. ചില നാറിയ സഹാക്കൾക്കാണ് ഈ പോസ്റ്റ് ഇരിക്കാൻ പ്രേരണയായത്. പിന്നെ പോസ്റ്റ് ഇവിടെ വെക്കാറില്ല. എന്താ വെച്ചാൽ അതാണ് ഇവിടെ സഹാക്കൾ എന്നടക്കം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ ആൾക്ക് അതിനുള്ള വിശ്വാസമൊക്കെ പോയി തോന്നണം. ഇതാണ് ഇവിടെ 10,000 രൂപ കൊടുത്തതിൻ്റെ ഒരു ഗൂഗിൾ പേ നമ്പർ, പിന്നെ 5,000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ, പിന്നെ അവർ മെസ്സേജ് അയച്ച ഇൻസ്റ്റയിലൊക്കെ, പിന്നെ ഗൂഗിൾ പേ നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല അഖിലേട്ടൻ. എന്താ വെച്ചാൽ അഖിലേട്ടൻ പറയുന്നത് ഡയറക്റ്റായിട്ട് ഞാൻ CM ഫണ്ടിലേക്ക് സ്പോൺസർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, നല്ല കാര്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് നേരിട്ടാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആ ഫണ്ട് വഴി സ്പോൺസർ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ചെയ്യാം. മനസ്സിലായി? അത്രയും നല്ലത്, നേരിട്ട് ചെയ്താൽ അത്രയും നല്ലത്. അർഹതപ്പെട്ടവർക്ക് തന്നെ എത്തും. അതെനിക്ക് പറയാനുള്ള ഇല്ലാട്ടല്ലേ. ഇനിയിപ്പോൾ അതാണ് ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ CM ഫണ്ടിലേക്ക് സ്പോൺസർ ചെയ്താൽ അതിനിപ്പോൾ ആരെങ്കിലൊക്കെ മുക്കുവോ അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മുമ്പത്തേടെയും പറഞ്ഞു, സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്പോൺസർ ചെയ്യുക, എല്ലാവർക്കും നേരിട്ട് സഹായിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സഹായിച്ച് പറ്റൂ എന്നെങ്കിൽ നേരിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ CM ഫണ്ടിലേക്ക് സ്പോൺസർ ചെയ്യുക, അതേ നമുക്കും പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ സഹായിക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1 രൂപയാണെങ്കിൽ 1 രൂപ നമ്മൾ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയായി. ഒരാൾ 1 രൂപ ഡൊണേറ്റ് ചെയ്ത് 10 പേര് ഡൊണേറ്റ് ചെയ്ത് 10 രൂപയായി. അപ്പോൾ അതേ പറയാനുള്ള നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ സഹായിക്കുക, നമ്മൾ അതിജീവിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അഖിലേട്ടൻ എന്താ പറയുന്നത് കേട്ടല്ലോ. എന്താ വെച്ചാൽ അഖിലേട്ടൻ അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല, അഖിലേട്ടൻ നേരിട്ട് കൊടുക്കാൻ താല്പര്യം. അപ്പോൾ 2 വീഡിയോ വെച്ച് കൊടുക്കാൻ പറഞ്ഞു, അത്ര നല്ല കേട്ടല്ലോ. നമ്മൾ വീട് വയ്ക്കുക പറഞ്ഞാൽ ചില്ലറപ്പെട്ട പരിപാടിയില്ല. അപ്പോൾ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഇനിയും സഹായങ്ങളായിട്ട് ആൾക്കാർ മുന്നോട്ട് വരട്ടെ, അതേ പറയാനുള്ളൂ.